പെർഫെക്ഷൻ ഫോക്കസ് ചെയ്യരുത്. പെർഫെക്ഷൻ ഫോക്കസ് ചെയ്തതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നശിക്കും. ഇപ്പൊ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു പരീക്ഷ എഴുതുന്നു, പെർഫെക്റ്റ് ആയിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസും ആവേശവും ഒക്കെ അതോടുകൂടി ഈ കാറ്റഴിച്ചു വിട്ട ബലൂണിനെ പോലെ എങ്ങോട്ടെങ്കിലും അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് ഇംപ്രൊവൈസേഷൻ ആയിരിക്കണം. ഇന്നലെ നിങ്ങൾ എന്തായിരുന്നു, അതിനേക്കാൾ ഇന്ന് നിങ്ങളുടെ പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ടോ എന്ന് വേണം നിങ്ങൾ സ്വയം ചോദിക്കാൻ. കാര്യം പെർഫെക്ഷൻ നമുക്ക് എപ്പോഴും അറ്റൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇംപ്രൊവൈസേഷൻ, പുരോഗതി നമുക്ക് ഓരോ ദിവസവും കൂട്ടി കൊണ്ടുവരാൻ പറ്റും. ഇന്നലെ നിങ്ങൾ 4 മണിക്കൂർ പഠിച്ചെങ്കിൽ ഇന്നൊരു 4 മണിക്കൂർ 5 മിനിറ്റ് എങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. 5 മിനിറ്റ് എക്സ്ട്രാ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നലെ നിങ്ങൾ റിവിഷൻ നടത്തിയില്ലെങ്കിൽ ഇന്ന് റിവിഷൻ നടത്താൻ ശ്രമിക്കുക. സോ ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി വെറുതെ വെയിറ്റ് ചെയ്ത് സമയം കളയരുത്. ഇംപ്രൊവൈസേഷൻ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ വർക്ക്, കർമ്മം എന്താണോ അത് ചെയ്ത് തുടങ്ങുക.